കാണാരേട്ടൻ്റെ കൊരയാണല്ലോ ഗൈസ് ആ കേൾക്കുന്നത്. വെറുതെ അല്ല, കാണാരേട്ടൻ കാവൽപ്പെട്ടിയാണെന്ന് പറയുന്നത്. കാവൽ കിടക്കുകയാണല്ലേ കാണാരേട്ട. കള്ളന്റെ കയ്യിൽ താക്കോല് കൊടുത്ത് ഏൽപ്പിച്ചിട്ട് പോയ കാക്കാനെ ഞങ്ങൾ നമിച്ചു. നമോ വാഗം കാക്ക. അല്ല, കാക്കാൻ ഇത് എങ്ങനെ കഴിയുന്നു ഈ കള്ളന്റെ കയ്യിലൊക്കെ ഇങ്ങനെ താക്കോല് കൊടുത്തിട്ട് പോകാനായിട്ട്? വല്ലാത്ത ജാതി കാക്ക. ഈ പെരുങ്കള്ളനെ കാക്കയ്ക്ക് ഭയങ്കര വിശ്വാസം അല്ലയോ? കാക്കയുടെ വിശ്വാസം കാക്കേനെ പൊറപ്പിക്കട്ടെ, അതിൽ ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. വിശ്വാസമല്ലേ എല്ലാം. ഇങ്ങനെ ഒരു കള്ളന്റെ കയ്യിൽ താക്കോല് കൊടുത്തിട്ട് ഇങ്ങനെ ഏൽപ്പിച്ചുകൊണ്ട് പോകണമെങ്കിൽ കാക്ക കള്ളന് കഞ്ഞി വെച്ചവനാണ്. അതെന്തോ ആവട്ടെ, അതൊക്കെ നിങ്ങളുടെ കാര്യം. ഇപ്പോ ഫുൾ ടൈം കാവല അല്ലയോ? എന്തായാലും മന്ത്രി ഗണേഷ് കുമാറിന്റെ സ്ഥാപനത്തിൽ കയറിയിട്ട് ഒരുപാട് ഷോയൊന്നും കാണിക്കാൻ പറ്റൂല. അത് പോകുന്നുണ്ടോ പോകുന്നില്ലേ എന്നതല്ല, പക്ഷെ അതിന് പോകാനായിട്ട് ഒരു ഇടക്കാല ആശ്വാസം പോലെ കുറച്ച് ചിക്കിൽ കിട്ടുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നില്ലേ പ്രൈവറ്റ് ബസ്സിൽ? ആ സംഭവം ഇപ്പം നടക്കുന്നുണ്ടോ നമ്മുടെ കാണാരേട്ടാ? പിന്നെ എൻ്റെ കാണാരേട്ടന് സുഖല്ലേ? കാണാരേട്ടൻ ഗുരുവായൂർക്ക് വരുന്നുണ്ട് എന്നൊക്കെ കേട്ടു. വരുന്നതല്ലല്ലോ കാണാരേട്ട, വരുത്തിക്കുന്നതല്ലേ. എന്തായാലും എൻ്റെ കാണാരേട്ടനും ഏച്ചിയും വരാൻ റെഡി ആയിട്ടിരിക്കുകയാണല്ലേ. ചില പട്ടികളൊക്കെ തൊഴിലില്ലാണ്ടാവുമ്പോൾ, അതായത് പുറത്ത് റോഡ് ചുറ്റാൻ ഇറങ്ങുന്ന ഒരു തൊഴിലാണല്ലോ. അപ്പം ഇനി ഒരിക്കൽ കൂടി പ്രൈവറ്റ് ബസ്സിലെ കുൽസിതങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഇനിയും കുറേ ഷോപ്പുകളൊക്കെ കാണിക്കണേ, പട്ടി ഷോപ്പ്. അതും പ്രൈവറ്റ് ബസ്സിൽ, ഓടുന്ന ബസ്സിൽ കിടന്നുകൊണ്ടോ ഇരുന്നുകൊണ്ടോ എങ്ങനെ വേണേലും കാണിക്കാം. ഞങ്ങൾ കാണാൻ റെഡിയാണ്, ഞങ്ങൾക്കത് ഇഷ്ടവുമാണ്. പക്ഷെ ഇനി പ്രൈവറ്റ് ബസ്സിന്റെ ഓണർ സമ്മതിക്കുമെന്ന് എനിക്കറിയില്ല. എന്തായാലും കാണാനായിട്ട് ആ ഒരു ഇടക്കാല ആശ്വാസമായിട്ടുള്ള ആ പണി പോയി എന്നാണ് ഞാൻ അറിഞ്ഞത്. അതായത് മന്ത്രി ഗണേഷ് കുമാറിന്റെ സ്ഥാപനത്തിലേക്ക് പോകുമ്പോൾ കാണാരേട്ടന് എക്സ്ട്രാ വരുന്ന ചെലവുകൾ പരിഹരിക്കാനായിട്ട് കാണാരേട്ടൻ ഇപ്പുറത്ത് പോയിട്ട് സംഘടിപ്പിക്കുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ, ചിക്കില്, അതിനി കിട്ടൂല. ഇനി വല്ലവർക്കിടെയൊക്കെ ട്രാവൽസിൽ വിളിച്ചാൽ പോവാം. എന്തായാലും അടുത്ത കാലത്തൊന്നും പ്രൈവറ്റ് ബസ് സർവീസിൽ പോകാൻ പറ്റൂല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ചാച്ചിയുടെ ഒരു വെല്ലുവിളി ഉണ്ടായിരുന്നല്ലോ, ബസ്സിലെ പണി പോക്കി. എന്തായാലും പ്രൈവറ്റ് ബസ്സിലെ പണി പോക്കാൻ നമ്മളെ കൊണ്ടായില്ലോ. അതും ഇനി പണി പോക്കിയിട്ടില്ല എന്നുള്ളതാണെങ്കിൽ തെളിവ് സഹിതം ഇനിയും കാണിച്ചു തരണം, എന്നാലേ ഞാൻ വിശ്വസിക്കുള്ളൂ. എൻ്റെ ഒരു സ്വഭാവം അങ്ങനെയാണ്. ഞാൻ കണ്ണിൻ്റെ മുമ്പിൽ കണ്ടാൽ മാത്രമേ വിശ്വസിക്കുള്ളൂ, അല്ലാത്തതൊന്നും ഞാൻ വിശ്വസിക്കൂല. പ്രത്യേകിച്ചും ചേച്ചീനെ പോലെയുള്ള ആളുകൾ പറയുന്നത്. അപ്പം ഞാൻ ചേച്ചീനെ വീണ്ടും വെല്ലുവിളിക്കുകയാണ്. ചാച്ചിക്ക് ഇനിയും ധൈര്യമുണ്ടെങ്കിൽ പ്രൈവറ്റ് ബസ്സിൽ ഓടുന്ന വണ്ടിയിൽ ഒരു കുൽസിതങ്ങൾ, അല്ലെങ്കിൽ വേണ്ട വെറുതെ ഒന്നിടണേ ചാച്ചിയ. എൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ പൈസ ഉണ്ട്, അതുകൊണ്ട് എനിക്ക് അസുഖം വരുന്നത് ഒരു അന്തസ്സാണ് ഗൈസ്. ഹിന്ദുക്കളുടെ വിഷയം കാത്തിരിക്കാതെ ഇഷ്ടം പോലെ ഗോൾഡും സ്വർണ്ണങ്ങളും 35 പവനും 22,000 ഏക്കർ വീടും ഒക്കെ ഉണ്ടല്ലോ. വിറ്റങ്ങ് ഹജ്ജിന് പോകണമെന്ന് ഈ ഹിന്ദുക്കൾക്കിടെ എച്ചില് ഭക്ഷിച്ച് തിന്ന് ജീവിക്കാനായിട്ട് നാണില്ലേ എന്നാണ് എനിക്ക് വീണ്ടും ചോദിക്കാനുള്ളത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്നറിയില്ല, ഈ ഭക്ഷണം പാചകം ചെയ്യുന്ന സ്ഥലത്ത് ചില ഹോട്ടലുകളുടെ ഫ്രണ്ടില് അല്ലെങ്കിൽ ബാക്കില് ഈ ഉച്ചിഷ്ടം അല്ലെങ്കിൽ കഴിച്ചിട്ട് ബാക്കി വരുന്നതിൻ്റെ വേസ്റ്റ് കഴിക്കാനായിട്ട് ചില പട്ടികൾ കാവലിരിക്കുന്ന ഒരു കാഴ്ച കാണുന്നുണ്ട്. ആ പട്ടികൾക്ക് സമമായിട്ടേ ഞാൻ കൂട്ടിയിട്ടുള്ളൂ. മറ്റുള്ളവരുടെ ഉച്ചിഷ്ടം ഭക്ഷിച്ച് ജീവിക്കുന്ന 2 പട്ടികൾ, അതിൻ്റെ അപ്പുറത്തേക്കൊന്നുമില്ല. അതായത് മറ്റുള്ളവർ എറിഞ്ഞു കൊടുക്കുന്ന ഉച്ചിഷ്ടം ഭക്ഷിക്കാനായിട്ട് നാവും നീട്ടി നുണഞ്ഞ് നോക്കി ആർത്തി ഒലിപ്പിച്ചിരിക്കുന്ന 2 ചെറ്റ തെരുവ് പട്ടികൾ, അത്രയേ ഉള്ളൂ. സ്വർണം വിറ്റിട്ട് എന്തായാലും ഹജ്ജിന് പറഞ്ഞയക്കാൻ പറ്റൂലല്ലോ, കയ്യിലുള്ളത് പോകൂലേ. അപ്പം എന്തായാലും മറ്റുള്ളവർക്കിടെ എച്ചിലിനായിട്ട് കാത്തിരുന്നേ മതിയാവത്തുള്ളൂ. അത് കിട്ടിയാൽ മാത്രമേ അതൊന്നിനും അല്ലാന്നേ. അവർക്ക് 4 നേരം മുക്കുമുട്ട തട്ടണം, അതിനുള്ള ഒരു വഴി മാത്രമേ ഉള്ളൂ. ബാക്കി കാര്യങ്ങളും നടക്കണം. കയ്യിൽ സ്വർണം വെച്ചിട്ടെന്തിനാ നാട്ടിൽ കേണു നടപ്പ്.